ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഇലയടയാണ്. അതിനായി ഞാൻ കുറച്ച് വാഴയില മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിനെ നന്നായി കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് വാഴയിലയിലാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിന് വേണ്ട കാര്യങ്ങൾ, ആദ്യമായിട്ട് വേണ്ടത് അരിപ്പൊടിയാണ്. ഞാൻ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് അതിൽ ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. വളരെ ലൈറ്റായിട്ട് ചെറിയൊരു ഉപ്പ് ചേർക്കുന്നുള്ളൂ. ഒരുപാട് നല്ലോണം ഉപ്പിൻ്റെ ആവശ്യമില്ല. ചെറിയ രീതിയിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത് കേട്ടോ. നല്ലപോലെ തിളച്ച വെള്ളം, നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു പരുവത്തിൽ വെള്ളം തിളച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കണം. ഞാൻ ആ വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ കുറച്ച് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ശർക്കരയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ മധുരത്തിന് ആവശ്യമായ ശർക്കര എടുക്കാം. ഇനി ഞാൻ ഈ തിളച്ച വെള്ളം ഇതിലോട്ട് ഇട്ട് കുഴച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ 2 ഗ്ലാസ് കൊണ്ട് ഏകദേശം നമ്മളൊരു 8-9 ഇലയുടെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അത് സൈസിനനുസരിച്ചിരിക്കും. നമ്മുടെ ഓരോ ഇലയുടെ സൈസിനനുസരിച്ച് അതിരിക്കും. അപ്പോൾ ഞാനതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ടാവും. എന്നിട്ട് നമുക്ക് ഈ ശർക്കരനെ ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ നമ്മുടെ കല്ലുകൊണ്ട് കുത്തി പൊടിച്ചെടുത്തതാണ്. ശർക്കര പൊടി വാങ്ങാൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ അത്. ഇനി ഞാൻ ആ മാവിന് ഓരോ റൗണ്ടായി എടുത്തിട്ട് അതിന് ഇലയിൽ നമ്മൾ കൈ കൊണ്ട് തന്നെ പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എത്ര നൈസായി പരത്താൻ പറ്റുമോ അത്രയും ഒന്ന് പരത്തിയെടുക്കുക. നമ്മൾ പരത്തുന്ന സമയത്ത് കൈ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതിനായിട്ട് നമ്മൾ തണുത്ത വെള്ളത്തിൽ കൈ ഒന്ന് മുക്കിയ ശേഷം പരത്തിയെടുത്താൽ ഇത് ഒട്ടില്ല. ഇനി പരത്തിയ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് തേങ്ങ ഒന്ന് നമ്മുടെ ആവശ്യത്തിൻ്റെ അളവിനനുസരിച്ച്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കൂ. ഇനി ഇതിൻ്റെ മേലെ ശർക്കര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ 2 ശർക്കര കൊണ്ട് തന്നെ ഏകദേശം 8-9 ഇലയടയോളം ഉണ്ടാക്കുന്നുണ്ട്. അത് കാരണം ഞാൻ അത്ര മധുരം ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ ചിലവർ ഇതിൽ ചെറുപയറൊക്കെ ചേർക്കാറുണ്ട്. ചെറുപയർ വേവിച്ചിട്ടൊക്കെ ഇതിനിടയിൽ വെച്ച് കൊടുക്കാറുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ആവശ്യത്തിന് ശർക്കര ഇട്ട ശേഷം ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ. മടക്കിയ ശേഷം എല്ലാ സൈഡും ഒട്ടിക്കാം. ഞാൻ അതിനായിട്ട് സൈഡൊന്നും പ്രത്യേകിച്ച് ശർക്കരയോ തേങ്ങയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അത് ഒട്ടിക്കാനായിട്ട് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇല ഇങ്ങനെ മടക്കിയ ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതങ്ങനെ ഒട്ടിപ്പിടിച്ചോളും. വിട്ട് വരുമൊന്നുമില്ല. നമ്മുടെ മാവ് ലൈറ്റ് ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് എല്ലാ സൈഡൊന്ന് പ്രസ് ചെയ്യണം കേട്ടോ. പ്രസ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ നിന്നോളും. ഇനി അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു ഇഡലി തട്ട് വെച്ചിട്ടുണ്ട്. അതിലാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ആവി കയറ്റിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഓരോന്നായി ഉണ്ടാക്കിയെടുക്കാം. ഇതൊക്കെ ഈവനിങ് ഒക്കെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ്, നല്ല ഹെൽത്തിയായ ഒരു വിഭവമാണ്. ഒരു മണിക്കൂർ മാക്സിമം പോയാൽ 1 മണിക്കൂറിനുള്ളിൽ ഇത് എല്ലാം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നമുക്ക്. അപ്പോൾ നമുക്ക് അങ്ങനെ ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ കയ്യിൽ ഒട്ടിപ്പിടിച്ച സമയത്ത് ഞാൻ കുറച്ച് വെള്ളമാക്കിയിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത്. അങ്ങനെ പരത്തിയെടുത്തിട്ട് നമുക്കാക്കാം. പിന്നെ ഞാനിപ്പോൾ തേങ്ങയും ശർക്കരയും സെപ്പറേറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ വേണമെങ്കിൽ ഒരുമിച്ച് തേങ്ങയും ശർക്കരയും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെയും ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇതിൽ കൃത്യമായിട്ട് ഇതുപോലെ ചെയ്യണമെന്നൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ അതിൻ്റെ ഫില്ലിങ് എന്ത് വേണമെങ്കിൽ ചേർക്കാം. ചെറുപയറോ അങ്ങനെയൊക്കെ ചേർക്കാറുണ്ട് പലരും. പിന്നെ അതിലേക്ക് എള്ള് ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കുറേ എണ്ണം ഉണ്ടാക്കുന്നുണ്ട്. തേങ്ങ ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ മേലെ ശർക്കരയും കൂടെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അങ്ങനെ ഉണ്ടാക്കി ഒരു 8-9 എണ്ണോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് 9 എണ്ണോളം ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പതുക്കെ മേലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഗ്യാസ് ഓൺ ചെയ്യാം. ഞാനിപ്പോൾ ഓൺ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഫുൾ ഫ്ലെയിമിലാണ്. ഇനി അതൊന്ന് ചൂടായി വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ലോ ഫ്ലെയിമാക്കി വയ്ക്കുക കേട്ടോ. ലോ ഫ്ലെയിമാക്കിയിട്ട് ഒരു 15 മിനിറ്റ് വെച്ചാൽ ഇത് വെന്ത് വരും. നമ്മൾ അരിപ്പൊടി നല്ല തിളച്ച വെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ തന്നെ അരിപ്പൊടിയുടെ വേവ് പകുതിയോളം വെന്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ 15 മിനിറ്റ് തന്നെ മതിയാവും കേട്ടോ. ആ 15 മിനിറ്റ് കൊണ്ട് ഇതൊന്ന് വെന്ത് വരും. അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞ് നോക്കാം. അപ്പം ഞാൻ വേവിൻ്റെ പാകമൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ എന്തായി നോക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം നല്ലപോലെ ആവിയൊക്കെ കയറി വെന്തിട്ടുണ്ട്. ഇനി ഇത് ഇലയിൽ നിന്ന് വിട്ട് വരുന്നതാണ് ഇതിൻ്റെ വേവ്. ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഇത് വെന്തിട്ടുണ്ടാവില്ല. ഇലയിൽ നിന്ന് വിട്ട് വരികയാണെങ്കിൽ ഇത് വെന്തു എന്നാണ് അർത്ഥം. ഇതാണ്ടോ ഏകദേശം 15 മിനിറ്റായി നമ്മുടെ ഇലയുടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ആ ചൂടോടെ തന്നെ ഒരു 5 മിനിറ്റ് ഇരുന്നോട്ടെ. ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട്. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. 5 മിനിറ്റ് കഴിഞ്ഞു. ഞാനിതാ ഇലയുടെ എടുത്തിട്ടുണ്ട്. കണ്ടോ നല്ല പോലെ വിട്ട് വരുന്നതാണ് അതിൻ്റെ പാകം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.